ഹലോ, നമുക്കൊരു യാത്ര അങ്ങോട്ട് പോയാലോ? ഈ ട്രെയിനിൽ അങ്ങോട്ട് കയറി പോവാല്ലേ? ഈ ട്രെയിനിൽ പോയി ചിലപ്പോൾ അവിടെ എത്തില്ല. നമുക്ക് കൊണ്ട് ട്രെയിൻ വരാനിരിക്കണേ ഉള്ളൂ. അങ്ങനെ അതാ നമ്മൾ ട്രെയിനിൽ കയറി. പക്ഷേ ട്രെയിനിൽ ഇപ്പോഴല്ല കയറിയത് കേട്ടോ. ഞങ്ങളിപ്പോൾ നമ്മളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ പോണത് എവിടേക്കാണെന്ന് വെച്ചാൽ മൂകാംബിക ദേവിയുടെ ഒരു വിളി വന്നു. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ 7 മണിക്ക് എത്തേണ്ട ട്രെയിൻ അവിടെ എത്തിയപ്പോൾ 9 മണിയായി. അപ്പോൾ നല്ല വെയിൽ, നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെ വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് നടക്കുകയാണ്. എവിടം വരെ? മൂകാംബിക വരെയില്ല, സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുപോകാൻ വന്ന വണ്ടിയുടെ അടുത്തേക്ക് പോകാമെന്ന് പറയാം. കാരണം എന്താ വെച്ചാൽ കുറേ പ്രാവശ്യം ഞാൻ ട്രാവലർ എന്ന് പറയുന്നു, ശരിയാവണില്ല ഇങ്ങോട്ട്. അപ്പോൾ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാ മൂകാംബിക ദേവിയുടെ അടുത്തേക്കുള്ള നമ്മുടെ കവാടത്തിലെത്തി. ഇവിടെ നിന്ന് കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ നമ്മളെത്തും. അങ്ങനെ ഞങ്ങളെത്തി പെട്ടെന്ന് തന്നെ ഫ്രഷപ്പായി ഞങ്ങൾ തൊഴാൻ വേണ്ടി പോവാണ് കേട്ടോ അമ്പലത്തിലേക്ക്. അപ്പം നമ്മുടെ പടകളെല്ലാവരും ഉണ്ട്. ഇതാണ് നമ്മുടെ ശ്രീ ശിവം ടീം. അപ്പോൾ നമ്മൾ തൊഴാനായിട്ട് നിൽക്കണം. വലിയ തിരക്കൊന്നുമില്ല, വലിയ തിരക്കെന്നല്ല, രാവിലത്തെ ആ സമയത്ത് 10 മണി നേരത്തെ തിരക്കേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ തൊഴലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ തൊട്ടടുത്തുള്ള മഹാലക്ഷ്മിയിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടി തൊഴാൻ പോകണം. അപ്പോൾ ഞാൻ പൂരി ആണ് വാങ്ങിയത്, ബാക്കി എല്ലാവരും ഇഡ്ഡലി ദോശ അങ്ങനെയൊക്കെ ആയിട്ട് മേടിച്ചു. വീണ്ടും ഞങ്ങൾ അമ്പലത്തിൽ തൊഴാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ 10 മണിക്ക് തൊഴുതു, അത് കഴിഞ്ഞ് വീണ്ടും വന്ന് ലൈനിൽ നിന്ന് വീണ്ടും തൊഴുതു. അത് കഴിഞ്ഞ് വഴിപാടൊക്കെ കഴിച്ചു, അതിൻ്റെ പ്രസാദമൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് പോയി ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ അത് കഴിഞ്ഞ് കറക്റ്റ് 5:30 ഞങ്ങൾ ഫ്രഷപ്പായിട്ട് വീണ്ടും എത്തി. അപ്പോൾ വന്ന് നമ്മൾ തന്നെയാണ് സ്റ്റേജിൽ വിളക്കൊക്കെ കത്തിക്കുന്നത്, അതൊക്കെ കത്തിച്ചു. അതോടുകൂടി കളി തുടങ്ങാൻ 6 മണിക്ക് തുടങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പെരുമഴ എന്ന് പറഞ്ഞാൽ നല്ല പെരുമഴയായിരുന്നു. അവിടെ ഒരു 6:20 വരെയൊക്കെ മഴയുണ്ടായിരുന്നു. അതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ഇനി വെയിറ്റ് ചെയ്യേണ്ട, നമുക്ക് കയറാമെന്നുള്ള ധാരണയിൽ വന്നു. അങ്ങനെ 6 മണിക്ക് തുടങ്ങേണ്ട കളി 6:30 തുടങ്ങിയപ്പോൾ അങ്ങനെ ഞങ്ങളുടെ കളി, ഞങ്ങൾ മാത്രമല്ല ഒരു 3-4 ടീമും ഞങ്ങൾ ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. 4 ടീമിൻ്റെയും കളി ഭംഗിയായിട്ട് 8 മണിക്കുള്ളിൽ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി എന്നുള്ളതാണ്. മഴ മാറുമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്ത് കുറേ നേരം ഒന്നും കാണാതെ ആയപ്പോൾ ഞങ്ങൾ എന്തായാലും കളി തുടങ്ങാൻ തന്നെ വിചാരിച്ചു. അപ്പോൾ തിരക്ക്, അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി ബാക്കി കുറച്ച് ഞങ്ങളുടെ കളി കണ്ടിട്ടാവാം ബാക്കി കാര്യം. ഓക്കെ.
അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീണ്ടും കളിയൊക്കെ കഴിഞ്ഞിട്ട് തൊഴാൻ വേണ്ടിയിട്ട് അകത്തേക്ക് കയറി. മഴ പെയ്ത് തുറന്ന കാരണം കൊണ്ട് തന്നെ കുറേ ചെളിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും പുറത്ത് സ്വർണ്ണരഥത്തിൽ ദേവി എഴുന്നള്ളിക്കുന്നത് കാണാനും ഒക്കെ ആയിട്ട് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ അതൊരു 4-5 റൗണ്ട് ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. അത് മൊത്തം കണ്ടില്ല, ഞങ്ങൾ വരുമ്പോഴേക്കും ഒരു റൗണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് റൗണ്ടിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആദ്യം ദേവി പല്ലക്കിലാണ് കേട്ടോ എഴുന്നള്ളിയത്. പല്ലക്കിൽ കഴിഞ്ഞ് അതിന് ശേഷമാണ് സ്വർണ്ണരഥത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഈ സ്വർണ്ണരഥം വലിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല, നമ്മൾ ചോദിച്ചില്ല. അവിടെ എനിക്ക് തോന്നുന്നു ചിലരുടെ വഴിപാടാണ് തോന്നുന്നുണ്ട്. കാരണം കുറച്ച് പേര് മാത്രമാണ് അത് വലിക്കാൻ നിൽക്കണത് കണ്ടത്. ബാക്കി ഉള്ളവർ ഞങ്ങളൊക്കെ തൊഴാൻ നിൽക്കുകയായിരുന്നു. ലൈനിലൊക്കെ പോയി നിൽക്കണ നേരത്തായിരുന്നു രഥം വലിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നത്. ബാക്കിൽ പോവായിരുന്നു നമുക്കല്ലേ. കഴിഞ്ഞ റൗണ്ട് നമുക്ക് അല്ലെങ്കിൽ ലൈനിൽ കയറായിരുന്നു. 3 റൗണ്ട് നമ്മൾ തൊഴുതില്ലേ. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞൊരു 1:45 ഞങ്ങളുടെ ട്രെയിൻ. അപ്പോൾ ഞങ്ങളൊരു 11-11:30 കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഇറങ്ങി. ഞങ്ങളെ വിളിക്കാൻ തോന്നിച്ചതിന് ദേവിക്ക് ഒരു 1000 നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടിയും അവിടേക്ക് ചെല്ലാനുള്ള ഒരു അനുഗ്രഹം ദേവി തരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് യാത്ര പറഞ്ഞു. അടുത്ത തവണ നമുക്ക് കാണാം എന്നുള്ള വിശ്വാസത്തോടു കൂടി.